ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അവർണിക അച്ഛൻ്റെ അടുത്ത് പറയുമായിരിക്കും കിഷോറിനെയും അജാസിനെയും തമ്മിൽ താരതമ്യപ്പെടുത്തേണ്ട യാതൊരു ആവശ്യമില്ല. കിഷോറിനെ പോലെയല്ല അജാസ് എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്, എൻ്റെ നല്ലത് മാത്രം ആഗ്രഹിക്കുന്നൊരു ഫ്രണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. എന്നിട്ട് പിന്നെ അകത്തിങ്ങനെ കയറി വരുന്ന സമയത്ത് അവർണികയാണെങ്കിലും മനസ്സിൽ വിചാരിക്കുകയായിരിക്കും, ഇനിയിപ്പോൾ അച്ഛനെന്താ ഇങ്ങനെ തോന്നാൻ കാരണം, ഞാനും അജാസും തമ്മിൽ ഇനിയിപ്പോൾ വേറെ വല്ല ബന്ധമുണ്ട് എന്നെങ്ങാനും വിചാരിച്ചിട്ടുണ്ടാവോ, ഇനിയിപ്പോൾ അജാസിന് എൻ്റെ അടുത്ത് അങ്ങനെ ആയിരിക്കുമോ, അതോ എനിക്ക് അജാസിൻ്റെ അടുത്ത് അങ്ങനെ ആയിരിക്കുമോ, സ്നേഹമായിരിക്കുമോ, അത് വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രം ആയിരിക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയായിരിക്കും. ഇതേ സമയം അജാസ് ആണെങ്കിലും കണ്ണാടിയിൽ നോക്കിയിട്ട് ഇതേ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും സംസാരിക്കുന്നത്. എനിക്ക് അവർണികയുടെ ലൈഫ് എങ്ങനെയെങ്കിലും സേഫ് ആക്കിയേ മതിയാകൂ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. സ്നേഹിച്ച് ഒരുമിച്ച് ജീവിക്കുന്നതിനേക്കാളും അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നതാണ് കുറച്ചുകൂടി ഒരു രസമുള്ള കാര്യം. എന്നിട്ട് പിന്നെ അവർണികയുടെ കുറേ സാധനങ്ങളൊക്കെ അജാസ് ആണെങ്കിലും ട്രാവലിങ്ങിന് എടുത്തു വെച്ചിട്ടുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ. എന്നിട്ട് പിന്നെ തീരുമാനിക്കുകയായിരിക്കും ഇനിയിപ്പോൾ അവസാനം കിഷോറിൻ്റെ തെളിവിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന് പോലീസ് പരിശോധിക്കുമ്പോൾ അവർണിക യൂസ് ചെയ്ത സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചു എന്ന് അറിയുമ്പോൾ തന്നെ അവർക്ക് ഞാനൊരു സൈക്കോ ആണ്, അവർണികയെ കിട്ടാൻ വേണ്ടിയിട്ട് കിഷോറിനെ കൊന്നതാണ് എന്നുള്ള തെളിവ് ലഭിക്കും. അതോടുകൂടി ഞാൻ ജയിലിലേക്കും പോവും, അവർണിക വേറൊരു ലൈഫിലേക്ക് പോവുകയും ചെയ്യും, എന്നെ മറന്നോളും എന്നൊക്കെ ഇങ്ങനെ തീരുമാനിക്കുകയായിരിക്കും. അപ്പോൾ അജാസ് ആണെങ്കിലും ഇങ്ങനെ അവർണികയുടെ ഓരോ സാധനങ്ങളൊക്കെ യൂസ് ചെയ്ത സംഭവങ്ങളാണെങ്കിലും എല്ലാം ഇങ്ങനെ തെളിവുകൾ ഇവിടെ ട്രാവൽ എടുത്തു വെച്ചുകൊണ്ടേ ഇരിക്കുന്നത് അതിനു വേണ്ടിയായിരിക്കേ. ശേഷം കാണിക്കുന്നത് രഞ്ജുവിനെ ആയിരിക്കും. രഞ്ജുവിനാണെങ്കിൽ ജാപ്പനീസ് ഫുഡ് കഴിക്കാൻ തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ, കാഞ്ചനയാണെങ്കിലും അത് ഞാൻ ഉണ്ടാക്കിത്തരാം എന്ന് പറയുമ്പോൾ പേര് പറയുന്ന സമയത്ത് അയ്യോ അത് ഞാൻ കേട്ടിട്ട് പോലുമല്ലോ, അതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയത് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. അപ്പോൾ രഞ്ജു ആണെങ്കിലും അത് പറയുമായിരിക്കും എനിക്കത് കഴിക്കാൻ തോന്നിയിട്ട് വയ്യ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്തായിരിക്കും ധ്യാൻ വീഡിയോ കോൾ ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ധ്യാനാണെങ്കിലും പറയുമായിരിക്കും ഞാൻ ഒരു സംഭവം കൊടുത്തയക്കുന്നുണ്ട് അയ്യപ്പേട്ടൻ്റെ കയ്യിൽ, ഡയറ്റീഷ്യൻ പറഞ്ഞതനുസരിച്ചിട്ടുള്ള ഒരു നല്ലൊരു ഫുഡായിരിക്കും, അതപ്പോൾ എന്തായാലും കഴിച്ചേ മതിയാകൂ, എല്ലാവർക്കും കൂടി ഞാൻ കൊടുത്തയച്ചിട്ടുണ്ട്, അവിടെ ബാക്കി പ്രഗ്നൻ്റ് ആയവരുണ്ടല്ലോ അവർക്കും കൂടി മറക്കാതെ കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. അത് ശരിക്കും ധ്യാനെ കൊണ്ട് കൊടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഗീതും ഗോവിന്ദും കൂടി പറഞ്ഞ പ്ലാൻ ആയിരിക്കും കേട്ടോ. അപ്പോൾ രഞ്ജിന് അതൊന്നും അറിയുന്നുണ്ടാവില്ല. എന്നിട്ട് പിന്നെ ധ്യാനാണെങ്കിലും പറയും നീ അത് മുഴുവനും കഴിച്ചോണം, എൻ്റെ സ്നേഹം കൂടി അതിലുണ്ട്, അതുകൊണ്ട് നീ മുഴുവനും കഴിച്ചേ മതിയാകും എന്നൊക്കെ പറയുമായിരിക്കേ. അപ്പോൾ ഗീതു ആണെങ്കിലും രേഖയാണെങ്കിലും പരസ്പരം നോക്കുമായിരിക്കും, ആ ഫുഡ് ഇനിയിപ്പോൾ നമ്മളും കൂടി കഴിക്കേണ്ടി വരുമല്ലോ എന്നുള്ള രീതിക്ക് ഇങ്ങനെ പരസ്പരം നോക്കിയിട്ട് വല്ലാതെ മുഖമൊക്കെ വല്ലാതെ ആക്കുന്നുണ്ടാവും കേട്ടോ. ആ സമയമായിരിക്കും അയ്യപ്പേട്ടൻ ആ ഫുഡും കൊണ്ട് വരുന്നത്. എന്നിട്ട് പിന്നെ രഞ്ജു ആണെങ്കിൽ വാ നമുക്ക് എല്ലാവർക്കും കഴിക്കാം എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുകയായിരിക്കും. എന്നിട്ട് പിന്നെ രഞ്ജു ആണെങ്കിൽ കഴിക്കുമ്പോൾ ധ്യാൻ്റെ സ്നേഹമാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ ഡയലോഗൊക്കെ അടിച്ചുകൊണ്ട് എത്ര നന്നല്ലെങ്കിലും നല്ല ടേസ്റ്റ് ആയിട്ട് നമ്മുടെ രഞ്ജുവിന് തോന്നുമായിരിക്കും, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് മുഴുവനും കഴിക്കാനായിട്ട് ശ്രമിക്കുകയായിരിക്കും. അതേസമയം ഗീതു ആണെങ്കിൽ വല്ലാതെ വായിലിട്ടിട്ട് വല്ലാതെ മുഖമൊക്കെ മാറുന്നുണ്ടാവും, അത്രയ്ക്ക് ടേസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞ് ഛർദ്ദിക്കാനൊക്കെ വരുന്ന പോലെ ഉണ്ടാവും കേട്ടോ. രേഖയ്ക്കാണെങ്കിൽ അത് കഴിച്ചിട്ട് ഛർദ്ദിക്കാനും വരുമായിരിക്കും. രഞ്ജു ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രിയയുടെ വായിൽ വെച്ച് കൊടുക്കുമായിരിക്കും. അപ്പോൾ പ്രിയ ആണെങ്കിലും നല്ല രസമുണ്ട്, എന്നാൽ പിന്നെ ഞാൻ കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വേഗം മുങ്ങുമായിരിക്കും കേട്ടോ, ഉറങ്ങാൻ വേണ്ടിയിട്ട് പോകുമായിരിക്കും, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല ആ ഫുഡ്. എന്നിട്ട് രേഖയ്ക്കാണെങ്കിൽ ഭയങ്കര ഛർദ്ദി വരുമായിരിക്കും അത് കഴിക്കുമ്പോൾ. അപ്പോൾ അത് കാണുമ്പോൾ രഞ്ജു ആണെങ്കിലും പറയും ആരെങ്കിലും ഛർദ്ദിക്കുന്ന കണ്ടാൽ എനിക്കും ഛർദ്ദിക്കാൻ വരും, ഞാൻ റൂമിൽ പോയിരുന്ന് കഴിച്ചോളാം ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് പോകുമായിരിക്കും. രേഖയാണെങ്കിൽ ഛർദ്ദി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഗീത അങ്ങോട്ട് ചെല്ലും, എന്നിട്ട് പറയും ഇനിയിപ്പോൾ രഞ്ജു പോയി, ഇനിയിപ്പോൾ അതെനിക്ക് കഴിക്കണ്ടല്ലോ, എനിക്ക് വയ്യ കഴിക്കുക, എനിക്ക് ഓർത്തിട്ട് തന്നെ ഛർദ്ദിക്കാൻ വരണം, എനിക്കിനിപ്പോൾ വേറെ ഒരു ഫുഡും വേണ്ട എന്ന് പറഞ്ഞ് ഗീത ആണെങ്കിലും റൂമിലേക്ക് പോകുമായിരിക്കും. രേഖയാണെങ്കിൽ അവിടെ നിൽക്കുന്ന സമയത്ത് കാഞ്ചന ഓടി വരികയായിരിക്കും, ഫുഡൊക്കെ കഴിഞ്ഞോ എന്ന് പറഞ്ഞ് വിഷമിച്ചുകൊണ്ട് വരികയായിരിക്കും. ഇല്ല കഴിഞ്ഞിട്ടില്ല, ഇഷ്ടം പോലെ ഉണ്ട്, കഴിച്ചു കഴിഞ്ഞാൽ രഞ്ജുവിനെ പോലെ നല്ല സ്ലിം ബ്യൂട്ടി ആവാം എന്നൊക്കെ പറഞ്ഞ് നുണയൊക്കെ പറയുമായിരിക്കും. അപ്പോൾ കാഞ്ചനയാണെങ്കിൽ അത് വായിൽ വെച്ച് നോക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുന്നേ ഉണ്ടാവില്ല, പക്ഷെ കഷ്ടപ്പെട്ട് കാഞ്ചനയാണെങ്കിലും അത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഗീതു നേരെ ഗോവിന്ദൻ്റെ അടുത്ത് ചെല്ലുമായിരിക്കും. എന്നിട്ട് ആ ഫുഡ് കഴിച്ച കാര്യങ്ങളൊക്കെ പറയുമായിരിക്കും, എനിക്ക് വല്ലാതെ ഛർദ്ദിക്കാൻ വരുന്നു ഓർത്തിട്ട്, നല്ല ഫുഡൊക്കെ കഴിക്കാൻ തോന്നുന്നു എന്ന് പറയുമായിരിക്കും. ആ സമയമായിരിക്കും നമ്മുടെ ഗോവിന്ദാണെങ്കിലും ഒരു മസാല ദോശയുടെ കാര്യം പറയുന്നത്. എന്നിട്ട് പിന്നെ വാങ്ങിച്ചു കൊണ്ടുവരാം എന്ന് പറയുമായിരിക്കും കേട്ടോ ഗോവിന്ദ്. ഈ സമയം പോയി കഴിഞ്ഞാൽ അത് അടയ്ക്കും, അപ്പോൾ ശരിയാവില്ല, ഞാൻ വേഗം പോയി പാർസൽ വാങ്ങി കൊണ്ടുവരാം എന്നിങ്ങനെ പറയുമായിരിക്കും കേട്ടോ.
അപ്പോൾ ഗീതുവിനാണെങ്കിൽ നല്ല കൊതിയായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരിക്കും. അപ്പോൾ ഇവർ തമ്മിലിങ്ങനെ മസാല ദോശയുടെ കാര്യമൊക്കെ പറയുന്നത് നമ്മുടെ രേഖയാണെങ്കിലും കേൾക്കുന്നുണ്ടാവും കേട്ടോ. എന്നിട്ട് പിന്നെ രേഖയ്ക്കാണെങ്കിലും മസാല ദോശ തിന്നാനായിട്ട് കൊതിയാവുമായിരിക്കും. എന്നിട്ട് പിന്നെ നേരെ ചെല്ലുന്നത് വരുണിൻ്റെ അടുത്തേക്കായിരിക്കും. അപ്പോൾ വരുണിൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് പിന്നെ ഒരു മസാല ദോശ എനിക്ക് വേറെ പണിയില്ല, നീ വേണമെങ്കിൽ ഒറ്റയ്ക്ക് പോയി കഴിച്ചോ, ഗീതുവിന് ഓരോന്ന് തോന്നിയെന്ന് വെച്ച് കണ്ണേട്ടൻ അങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ നിൽക്കുന്നില്ല, ഞാനൊരു പെൺകോന്തനല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. അപ്പോൾ വരുണാണെങ്കിൽ രേഖയോട് ഇങ്ങനെ പെരുമാറുന്നത് ഗീതു ആണെങ്കിൽ മറിഞ്ഞു നിന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും കേട്ടോ. ആ സമയമായിരിക്കും രാധികാമ്മ വരുന്നത്. അപ്പോൾ രാധികാമ്മ വരുന്ന സമയത്ത് ഗീതു ഒന്ന് മാറി നിന്നിട്ട് അവരെന്താ സംസാരിക്കുന്നതെന്ന് നോക്കുമായിരിക്കും. എന്നിട്ട് പിന്നെ രാധികാമ്മയുടെ അടുത്ത് വരുണാണെങ്കിലും കാര്യം പറയുമായിരിക്കും, ഇവൾക്കിപ്പോൾ മസാല ദോശ കഴിക്കണമെന്ന്. ആ ഗീതു ഉണ്ടല്ലോ ഗോവിന്ദേട്ടനെ പറഞ്ഞു വിട്ടിരിക്കുകയാണ് മസാല ദോശ വാങ്ങാൻ വേണ്ടിയിട്ട് ഈ സമയം എന്നൊക്കെ പറയും. അപ്പോൾ രാധികാമ്മയാണെങ്കിലും പറയും, ഈ കണ്ണൻ ഇത് എന്തു പറ്റി, ഇങ്ങനൊരു പെൺകോന്തനായിപ്പോയല്ലോ അവൻ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. രേഖ നിനക്ക് മസാല ദോശ തിന്നാൻ തോന്നുന്നുണ്ടെങ്കിൽ നാളെ കാഞ്ചനെ കൊണ്ട് ഉണ്ടാക്കിക്കുക, ഇപ്പം നീ പോയി കിടന്നുറങ്ങി എന്ന് പറയുമ്പോൾ രേഖയാണെങ്കിൽ അവിടെ നിന്ന് കരച്ചിൽ വന്നിട്ട് പോകുമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ ഗീതുവിന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരിക്കും. ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന ഗീതുവിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.